എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷാണ് ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 2005. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയത്. കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഒറിജിനൽ അധികാര പരിധി. ഒറിജിനൽ അധികാര പരിധിയിലാണ് കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ പരിധിയിൽ വരുന്നത്. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, 6 മാസം. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ 6 മാസം സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ സി, ഡച്ചുകാർ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അക്ബർ. അക്ബറാണ് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ആൻസർ ഓപ്ഷൻ ബി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്. 20 ദിന പരിപാടി കൊണ്ടുവന്നത് ആരാണ്? 20 ദിന പരിപാടി കൊണ്ടുവന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് 20 ദിന പരിപാടി കൊണ്ടുവന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ സി, നദികളുടെ നിക്ഷേപം. നദികളുടെ നിക്ഷേപമാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസത്തെയാണ് ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് ഇന്ത്യയിലെ ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം
ഏതുതരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ഉഷ്ണമേഖല മഴക്കാടുകൾ. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉഷ്ണമേഖല മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. നീലഗിരി മലനിരകളെയും നെല്ലിയാമ്പതി മലനിരകളെയുമാണ് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം വേർതിരിക്കുന്നത്. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? വരുമാന വിതരണത്തിലെ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ സി വരുമാന അസമത്വം വർദ്ധിക്കുന്നു. വരുമാന അസമത്വം വർദ്ധിക്കുന്നതാണ് വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത്. ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്തിനെയാണ്? ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ സി ദ്രവ്യത വർദ്ധിപ്പിക്കൽ. ദ്രവ്യത വർദ്ധിപ്പിക്കലിനെയാണ് ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയമുണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ബി സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നതാണ് GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയമുണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി HDI. HDI ആണ് സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി 52ാം ഭേദഗതി. 52ാം ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്. താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ആൻസർ ഓപ്ഷൻ എ ഗോലഖ്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967. 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 40. 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 40 നിന്നാണ് ഉരുത്തിരിഞ്ഞത്. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷത്തെയാണ് കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രമായ കൃഷ്ണപുരം കൊട്ടാരത്തിലെ ചുമർ ചിത്രത്തിലെ വിഷയം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാളി കവി ആരാണ്? കേരള കലാമണ്ഡല സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാളി കവി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വള്ളത്തോൾ. വള്ളത്തോളാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതാണ്? കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെട്ട ചവിട്ടുനാടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കാറൽ മാക്സ് ചരിത്രം.
കാറൽ മാക്സ് ചരിത്രമാണ്. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം. ഭോഗി എന്ന പദം ഏത് കായിക ഇനമാണ് പ്രയോഗിക്കുന്നത്? ഭോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഗോൾഫ്. ഭോഗി എന്ന പദം ഗോൾഫ് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്.